താനും ജീവനെടുക്കുമെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ. കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ടെന്ന് കുടുംബം തീരുമാനിച്ചിരുന്നുവെന്ന് അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അനുജനും കാമുകിയുമായിരുന്നുവെന്നും അഫാൻ പറഞ്ഞു. കൊലയ്ക്ക് ശേഷം എലിവിഷം കഴിച്ചെന്ന് വെളിപ്പെടുത്തിയ അഫാൻ 8 ദിവസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയതോടെയാണ് ചൊവ്വാഴ്ച ഡിസ്ചാർജ് ചെയ്തത്. സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് സ്പെഷ്യൽ സബ് ജയിലിന് പകരം സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ ജയിലിൽ അഫാന്റെ മാനസികാരോഗ്യനില നിരീക്ഷിച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. അഫാനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ കുടുംബത്തിന്റെ കടബാധ്യതയുടെ വ്യാപ്തി സംബന്ധിച്ചും എന്താണ് കടത്തിന് കാരണമായതെന്നും വ്യക്തമാവുകയുള്ളൂ. അഫാനും അമ്മയ്ക്കും ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇവർക്ക് പണം കൊടുത്തവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആർഭാട ജീവിതമാകാം കടത്തിന് കാരണമെന്നാണ് കരുതുന്നത്. എന്നാൽ അഫാന്റെ പിതാവ് റഹീം സൗദിയിൽ നല്ല നിലയിൽ ജോലി ചെയ്തിരുന്നയാളാണ്. കോവിഡ് കഴിഞ്ഞ വരുമാനം കുറഞ്ഞെങ്കിലും കുടുംബം അതേ നിലയിലാണ് ജീവിതം തുടർന്നത്. ഇതിനായി പലരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നുവെന്നാണ് വിവരം. കുടുംബത്തിനേറ്റ ദുരന്തമറിഞ്ഞ് 7 വർഷത്തിന് ശേഷം നാട്ടിലെത്തിയ അബ്ദുൾ റഹീം തന്റെ കുടുംബത്തിന് 65 ലക്ഷം കടബാധ്യതയെന്ന മകന്റെ മൊഴി കേട്ട് ഞെട്ടുകയായിരുന്നു. വിദേശത്ത് 15 ലക്ഷവും നാട്ടിൽ കൂടിപ്പോയാൽ 12 ലക്ഷത്തിന്റെയും കടമുണ്ടാകാമെന്നാണ് റഹീം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ അബ്ദുൾ റഹീമിന് അറിയാമെങ്കിലും ഇല്ലെങ്കിലും കുടുംബത്തിന് വൻ കടമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. കടം നൽകിയവരെയും വായ്പയെടുത്തിരുന്ന ധനകാര്യ സ്ഥാപനങ്ങളെയും കണ്ടാണ് പോലീസ് കടബാധ്യത ഉറപ്പിച്ചത്. അഫാൻ ലഹരി ഉപയോഗിച്ചതിന് തെളിവില്ലാതെ വന്നതോടെയും അഫാന് മാനസിക പ്രശ്നമില്ലെന്ന് റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തതോടെ കടബാധ്യത തന്നെയാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് ഉറപ്പിച്ചു. അതിനിടെ സഹോദരൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിൽ കൂടി അഫാന്റെ അറസ്റ്റ് വെഞ്ഞാറമൂട് പോലീസ് രേഖപ്പെടുത്തി. അഫാനെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലും നടത്തുന്നതോടെ കേസിൽ പൂർണ്ണരൂപമാകും.